കലിംഗ യുദ്ധം. BC 261 നൂറ്റാണ്ടിൽ രാജ്യം അതുവരെ കണ്ടതിനേക്കാൾ ഏറ്റവും ക്രൂരമായ യുദ്ധം അരങ്ങേറി. മൗര്യ സാമ്രാജ്യത്തിൻ്റെ അധിപനായ അശോക ചക്രവർത്തി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം നടത്തി. ഏറെ നാൾ നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിൽ മൗര്യ സാമ്രാജ്യത്തിൻ്റെ പൂർവികന്മാർക്ക് ആർക്കു മുന്നിലും പതറാതെ നിന്ന കലിംഗ അശോക ചക്രവർത്തിയുടെ പിടിവാശിക്ക് മുന്നിൽ കീഴടങ്ങി. ലക്ഷങ്ങളുടെ ജീവനെടുത്ത ആ യുദ്ധം കലിംഗ യുദ്ധം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. പക്ഷേ ആ ചോരക്കളിക്ക് പ്രധാന കാരണമായ അശോക ചക്രവർത്തി ഇനി ഈ മണ്ണിൽ ഒരു യുദ്ധം കൂടെ വേണ്ട എന്ന് ഏവർക്കും സന്ദേശം നൽകി. കാലം കടന്നുപോയി. ഇന്ന് ആ കലിംഗൻ സാമ്രാജ്യം തകർക്കാനാവാത്ത ശക്തി കേന്ദ്രങ്ങളുടെ കീഴിൽ തന്നെയാണ്. അവിടേക്കതാ ആ നഗരം കീഴടക്കാനായി നൂറ്റാണ്ടുകൾക്കിപ്പുറം വീണ്ടും ഒരു അശോക ചക്രവർത്തി വരുന്നു. ലൂണ അശോക ചക്രവർത്തി ആകുമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് കളി കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം. ഒഡീഷ FC ഈസ് എൻ അണ്ടർ റേറ്റഡ് ക്ലബ്. അതെന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കൂ. ISL വമ്പൻ സ്ക്വാഡ് സ്ട്രെങ്ത് ഉള്ള ടീം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് മോഹൻ ബഗാനും മുംബൈ സിറ്റി FC-ക്കാണ്. പെട്ടെന്ന് നമ്മൾ ഒഡീഷ FC എന്ന് പറയുന്ന ഒരു ക്ലബിലേക്ക് ചിന്തിക്കില്ല. ബട്ട് ട്രസ്റ്റ് മീ, ഒഡീഷ FC ഈസ് എ ബിഗ് പവർ ഹൗസ്. അതിന് ഉദാഹരണമായിട്ട് വെറുതെ കുറച്ച് പ്ലേയേഴ്സിന്റെ പേര് പറയാം. ഡീഗോ മൊറീഷ്യോ, മൊർത്തോള ഫോൾ, അഹമ്മദ് ജാഹു, ഹ്യൂഗോ ബോമസ്, റോയ് കൃഷ്ണ. ഈ വിദേശ പേരുകളൊക്കെ വെറുതെ കേട്ടാൽ തന്നെ പേടിയാണ്. പിന്നെ സ്വദേശികളായ അമരീന്ദർ സിംഗ്, ജെറി മോമിൻ താങ്ക, ജെറി ലാൽറൻസ്വാല, പുട്ടിയ, അമേ റണവാഡെ, ഐസക്. ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് പ്ലേയേഴ്സ് അണിചേർന്ന ഒരു നിരയാണ് ഒഡീഷ FCയുടേത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഇവരെ പരിശീലിപ്പിക്കുന്നത് സെർജിയോ ലോബേറ എന്ന് പറയുന്ന പരിശീലകനാണെന്ന് കൂടെ പറയുമ്പോൾ ഒഡീഷ FC ഈസ് ടു സ്ട്രോങ് എന്ന് വ്യക്തമായി തന്നെ പറയാം. ഇതിൽ ഒഡീഷ FCയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിലെ സെയിം സ്കോഡ് തന്നെയാണ് അവർ വീണ്ടും തുടരുന്നത്. അതിൽ ശക്തമായ ഒരു ആഡ് ഓൺ ആയിട്ട് ഹ്യൂഗോ ബോമസ് ആണ് ആ നിരയിലേക്ക് വരുന്നത്. സെർജിയോ ലോബേറ ആൻഡ് ഹ്യൂഗോ ബോമസ് ഈസ് എ നെവർ എൻഡിങ് സ്റ്റോറി. പക്ഷേ കഴിഞ്ഞ 3 മത്സരങ്ങളിൽ ആദ്യ 2 മത്സരങ്ങളിൽ ഒഡീഷ FCക്ക് പരാജയമായിരുന്നു ഫലം. അവസാനം കളിച്ച ജംഷഡ്പൂർ FCക്കെതിരെ മാത്രമാണ് അവർ വിജയിച്ചത്. ചെന്നൈയിൻ FCക്കെതിരെ 4-4-2 എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റൽ ഫോർമേഷനുമായിട്ടാണ് ലോബേറ കളത്തിലേക്ക് ഇറങ്ങിയത്. അതിൽ ആദ്യം ഗോൾ സ്കോർ ചെയ്തെങ്കിലും ഒരു കംബാക്ക് നടത്തിയിട്ടാണ് ചെന്നൈ വിജയിക്കുന്നത്. രണ്ടാമത്തെ മത്സരത്തിൽ 4-2-3-1 എന്ന് പറയുന്ന ഫോർമേഷനുമായിട്ടാണ് പഞ്ചാബ് FC അവർ നേരിട്ടത്. പക്ഷേ പഞ്ചാബിന്റെ ഡിഫൻസ് ഒഡീഷൻ താരങ്ങളെ ബോക്സിനകത്തേക്ക് കയറ്റി വിട്ടേയില്ല. ആൻഡ് ദ ലാസ്റ്റ് മാച്ച് ജംഷഡ്പൂർ FCക്കെതിരെ 2-1 വിജയിച്ച മത്സരം. ആൻഡ് ദാറ്റ് ഈസ് ദ റിയൽ ഒഡീഷ FC. ആ മത്സരം കണ്ടവർക്ക് അറിയാം, അത് 2 ഗോളിൽ നിൽക്കേണ്ട മത്സരമൊന്നും ആയിരുന്നില്ല. 20 ഷോട്ടാണ് ഒഡീഷ FC ആ മാച്ചിൽ എടുത്തത്. പക്ഷേ ജംഷഡ്പൂർ ഡിഫൻസ് പൂർണ്ണമായിട്ടും അതിനെ പ്രതിരോധിച്ചു. തുടർച്ചയായി വന്ന അറ്റാക്കുകളെ കൃത്യമായിട്ട് ജംഷഡ്പൂർ FC ഡിഫൻസ് പ്രതിരോധിച്ചത് കൊണ്ട് കൂടുതൽ ഗോളുകളൊന്നും വാരിക്കൂട്ടിയില്ല. സോ ഈ ഒരു തിയറി വിരൽ ചൂണ്ടുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് സ്ട്രോങ് ആയില്ലെങ്കിൽ നമ്മുടെ ഗോൾ വല നിറയുമെന്നത് തന്നെയാണ്. പക്ഷെ നിലവിലെ പ്രീതം മിലോസ് സെന്റർ ബാക്ക് കോംബോ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആകുന്നത് കൊണ്ട് ഡിഫൻസ് നിര ഒരു ശക്തി കേന്ദ്രമായിട്ട് തന്നെയാണ് നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരുത്തുന്ന സില്ലി എറേഴ്സ് നമ്മൾ റെക്ടിഫൈ ചെയ്തേ പറ്റൂ, എസ്പെഷ്യലി ഇൻ കൗണ്ടർ അറ്റാക്സ്. ഒഡീഷ FCയുടെ നിലവിലെ വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഡിഫൻസ് നിര തന്നെയാണ്. മൊർത്തോള ഫോൾ ആ കളത്തിൽ ഉണ്ടെങ്കിൽ പോലും തുടർച്ചയായിട്ട് അവരുടെ ഡിഫൻസ് ആടി ഒലിയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം ആദ്യ മത്സരത്തിൽ കാർലോസ് ഡെൽഗാഡോയ്ക്ക് ഏറ്റ പരിക്കാണ്. സോ ആ ഒരു പോരായ്മ ബ്ലാസ്റ്റേഴ്സ് മുതലെടുത്തേ മതിയാവും. ബ്ലാസ്റ്റേഴ്സ് ബലഹീനത അനുഭവിക്കുന്നത് മധ്യനിരയിൽ തന്നെ. അതുകൊണ്ട് കഴിഞ്ഞ മത്സരത്തിലെ അതേ ലൈനപ്പ് കൊണ്ടുവന്ന് തന്നെ നമ്മൾ കൊടുക്കും. സോ ബേസിക്കലി ലാസ്റ്റ് മാച്ചിലെ പെർഫോമൻസിൽ പുറകിലേക്ക് പോയ താരങ്ങൾ ഡാനിഷ് ഫറൂഖ്, രാഹുൽ KP ആൻഡ് അലക്സാണ്ടർ കൊയഫിന്റെ കാര്യം ലൂണയെ ഇറക്കാൻ വേണ്ടി പറഞ്ഞതാണ്. യെസ്, ലൂണ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ഒരു ഇത്. അതെ, മധ്യനിരയിൽ ക്രിയേറ്റീവ് ഗെയിമുകൾ സംഭവിക്കാത്തത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ തലവേദന. കഴിഞ്ഞ മത്സരത്തിലെ അവസാന നിമിഷങ്ങളിൽ ലൂണ ഇറങ്ങിയെങ്കിലും ഇംപ്രസീവ് ആയിട്ടുള്ള മൂവ്മെന്റുകളൊന്നും കാണാൻ സാധിച്ചില്ല എന്നുള്ളത് ആശങ്ക തന്നെയാണ്. എങ്കിലും ലൂണ ആദ്യ 11 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർ ടീമിന് ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. 4-3-3 എന്ന് പറയുന്ന ഫോർമേഷനുമായിട്ട് താരങ്ങൾ അഡാപ്റ്റ് ആയി എന്നതും മുന്നേറ്റത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത താരങ്ങൾ ഉണ്ട് എന്നുള്ളതും ഒരു ആശ്വാസം തന്നെയാണ്. സോ ഈ ഒരു എവേ മത്സരം കഴിഞ്ഞാൽ ഒരു ചെറിയ ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷമാണ് അടുത്ത മത്സരം ആരംഭിക്കൂ. അപ്പോൾ ഒരു വിജയത്തോടു കൂടെ ആ ബ്രേക്കിലേക്ക് കടക്കാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ അപ്പോഴത്തോളം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യരുത്. പിന്നെ ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് ആരൊക്കെ കളിക്കും, എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ